ഇവരുടെ വിദ്യാർത്ഥികളെ LBS ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങിയല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത് കോളേജ് ലിസ്റ്റിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് മെറിറ്റ് സീറ്റ്, മാനേജ്മെൻറ്റ് സീറ്റ് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നീ കാര്യങ്ങളും, അതുപോലെ ഒരു ലൈവ് ഡെമോ വീഡിയോ ആണ് മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാമെന്നും, പിന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ടല്ലോ, ഓപ്ഷൻ നൽകേണ്ട ഒരു ഓർഡർ, പിന്നെ മാർക്ക്, റാങ്ക് പറഞ്ഞ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, സെൽഫ് ഫിനാൻസ് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയൊക്കെ ചർച്ച ചെയ്യേണ്ടത്. പിന്നെ അതോടൊപ്പം തന്നെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ബേസ്ഡ് വിദ്യാർത്ഥികൾ ലഭിച്ചൊരു ലിസ്റ്റ് ഉണ്ടാകുമല്ലോ, അതും ഇവിടെ നൽകുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാ കോളേജിൻ്റെ ലിസ്റ്റും വന്നിട്ടില്ല, അവർ അപ്ഡേറ്റ് ചെയ്യുമെന്ന് എഴുതി കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് LBS സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക. ഓക്കെ, ഈ ലിസ്റ്റിൽ കോളേജ് കോഡ്, കോഴ്സ് കോഡ് NU എന്നാണത് നേഴ്സിംഗ് ആണ്. പിന്നെ മെറിറ്റ് സീറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ട്, അതിൽ 80 ആ കോളേജിൽ എത്ര സീറ്റ് ഉണ്ടെന്ന് നൽകിയിട്ടുണ്ട്. ഈ മെറിറ്റ് സീറ്റിലേക്ക് ഫില്ല് ചെയ്യുന്നതാണ് LBS വഴി. പിന്നെ മാനേജ്മെൻറ്റ് സീറ്റിൽ 90%, AMC, SFNCK, PNC MAC, CPAS വഴിയാണ് ഫില്ല് ചെയ്യുന്നത്. ഫീസ് വരുന്നത് അതായത് കോഴ്സുകൾക്ക് ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ 23,170 മുതൽ 25,000 രൂപയും, സെൽഫ് ഫിനാൻസ് കോളേജിലാണെങ്കിൽ 90,325 മുതൽ 1,00,000 വരെയുമൊക്കെ ട്യൂഷൻ ഫീ ആയി വരുന്നുണ്ട്. അതുകൂടാതെ ബുക്ക്, ഹോസ്റ്റൽ, മറ്റു കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ വേറെ തുക കണ്ടെത്തേണ്ടതുണ്ട്. പിന്നെ SC, ST, OEC, പിന്നെ ഹിന്ദു വിഭാഗത്തിൽ വരുന്ന ചില OBC വിഭാഗങ്ങൾക്കും ഫീസ് റിസർവേഷൻ വരുന്നുണ്ട്. അവർ 1000 രൂപ ട്യൂഷൻ ഫീ ആയി അടച്ചാൽ മതിയാകും. പിന്നെ അതോടുകൂടെ തന്നെ വിദ്യാർത്ഥികൾ അടുത്തുള്ള കോളേജ് ഓപ്ഷൻ വയ്ക്കാൻ ശ്രമിക്കുക. അതായത് ഒരു മാസത്തിൽ തന്നെ 8,000 രൂപ വെച്ച് നോക്കുമ്പോൾ ഒരു ഇയറിൽ 80,000 രൂപ ഏകദേശം വരും. അത് നിങ്ങളുടെ കോഴ്സ് കഴിയുമ്പോഴേക്കും 3 ലക്ഷം രൂപ നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്ന ലൈവ് ഡെമോയിലേക്ക് കിടക്കാം. അതിനായി നിങ്ങളുടെ LBSൻ്റെ ഒഫീഷ്യൽ സൈറ്റ് വഴി ലോഗിൻ എന്നത് പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുക. തുടർന്ന് ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുക. അതിനുശേഷം രജിസ്റ്റർ ID-യും പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ നമ്പർ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ റിക്കവറി വഴി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പാസ്വേഡ് മറന്നിട്ടുണ്ടെങ്കിൽ ഫോർഗെറ്റ് നൽകാവുന്നതാണ്. തുടർന്ന് വരുന്ന വിൻഡോയിൽ ഫോർ ട്രയൽ ഡെവലപ്മെൻറ്റ് എന്ന് അടുത്ത് കാണുന്ന രജിസ്റ്റർ ഓപ്ഷൻ എന്നതിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ വിൻഡോയിൽ ഇങ്ങനെയൊരു സ്ക്രീനാണ് കാണുക. ഓക്കെ, ഇവിടെയാണ് നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ടത്. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഇവിടെ GOV എന്ന് കാണുന്നുണ്ടല്ലോ, അതാണ് ഗവൺമെൻറ്. അതുകൂടാതെ GCS എന്ന് കാണും, അത് ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസ് കോളേജാണ്. പിന്നെ അതുകൂടാതെ SCF എന്ന് കാണും, അത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജാണ്. പിന്നെ അതുകൂടാതെ കുറച്ച് റിസർവേഷൻ കാണും, RP, CC, XS എന്നൊക്കെ. ഈ RP എന്ന് പറയുന്നത് പാരാ മിലിറ്ററി ആണ്. പിന്നെ CC, NCC റിസർവേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ SP സ്പോർട്ട് കോട്ട. അടുത്ത് നമുക്ക് എങ്ങനെയാണ് ഓപ്ഷൻ നൽകാൻ നോക്കാം. വിദ്യാർത്ഥികൾക്ക് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോളേജും കോഴ്സും ആദ്യം കൊടുക്കാൻ ശ്രമിക്കുക നമ്പറായി. അതായത് ഈ കോളത്തിൽ 1, അടുത്ത് 2, അതായത് അടുത്ത് ഇഷ്ടപ്പെടുന്ന കോളേജ് കൊടുക്കുക. നിങ്ങൾ മാറി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കോളേജാണ് മുകളിൽ, അതായത് 5ാമത്തെ കോളേജ് ഇഷ്ടപ്പെടാത്തതും 10ാമത്തെ ഇഷ്ടമുള്ള കോളേജ് ആണെങ്കിൽ 5ാമത്തെ കോളേജ് ലഭിച്ചു കഴിഞ്ഞാൽ 10ാമത്തെ പിന്നെ ക്യാൻസലായി പോവുകയാണ് ചെയ്യുക. അത് നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എഡിറ്റ് നൽകാനുള്ള അവസരം ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ഉണ്ടായിരിക്കും. പിന്നെ ഓരോ അലോട്ട്മെൻറ്റും ഉണ്ടായിരിക്കുകയില്ല. പിന്നെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കുക പിന്നെ ഉണ്ടാവുക. അത് സ്പോട്ട് അലോട്ട്മെൻറ്റാണ്. അത് അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാം. ഓക്കെ, പിന്നെ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾ നോൺ ഒബ്ജക്റ്റീവ് സർട്ടിഫിക്കറ്റ് എന്നൊരു സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായി വരും. അതിൻ്റെ അപ്ഡേറ്റുകൾ ചാനൽ നൽകുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ രജിസ്ട്രേഷനിൽ കിടക്കാം. അവിടെ 1, 2, 3 നൽകി സേവ് കൊടുക്കുകയാണ്. പിന്നെ താഴെയായി നിങ്ങളിങ്ങനെ കോളേജ് കാണിക്കുന്നതായിരിക്കും. ഇനിയും കോളേജുകൾ ആഡ് ചെയ്യണമെങ്കിൽ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് ന്യൂ ഓപ്ഷൻ എന്ന് കാണുന്നതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബോക്സ് വരുന്നതായിരിക്കും. ആ ബോക്സിൽ അതായത് ഓർഡർ പ്രകാരം 4, 5 എന്ന് കൊടുത്ത് നിങ്ങൾ സേവ് ചെയ്യാവുന്നതാണ്. പിന്നെ വിദ്യാർത്ഥികൾക്ക് എത്ര തവണ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത് വരെ, അതായത് 30-ാം തീയതി വരെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്ന ഓപ്ഷൻ നൽകുന്നുണ്ട്, സൈറ്റിൽ പറയുന്നുണ്ട്. നൽകിയ ഓപ്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് എന്ന് കാണുന്ന ബട്ടൺ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. പിന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഫസ്റ്റ് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കുകയാണെങ്കിൽ ഗവൺമെൻറ് കോളേജുകൾ പരിഗണിക്കുകയില്ല. ജസ്റ്റ് ഒന്ന് മുന്നേ സൂചിപ്പിച്ചുവല്ലോ, 5ാമത്തെ കോളേജിലൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുകയെങ്കിൽ 10ാമത്തെ കോളേജ് തനിയെ റിമൂവ് ആയി പോകുമെന്ന്. ഓക്കെ, ആ ഒരു കാര്യമാണ് സെൽഫ് ഫിനാൻസിൽ ഫസ്റ്റ് വെച്ചാൽ ഒരു പ്രശ്നം. പിന്നെ വിദ്യാർത്ഥികൾ ഈ 1,00,000 രൂപ നിങ്ങൾക്ക് അടയ്ക്കാൻ കഴിയുമെങ്കിൽ മാത്രം സെൽഫ് ഫിനാൻസ് വയ്ക്കുക.
അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ട്യൂഷൻ ഫീ അടയ്ക്കാൻ കഴിയാതെ വരികയും നിങ്ങൾ ആ അലംന പ്രോസസ്സിൽ നിന്ന് പുറത്താവുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് സ്പോട്ട് അലംനിലാണ് പിന്നെ ഓപ്ഷൻ നൽകുവാൻ സാധിക്കുക. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കിനെ നോക്കാം. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് ഈ ഒരു വിൻഡോയിലേക്ക് വരിക. ഇവിടെ നിങ്ങൾ കോഴ്സ് എന്ന സ്ഥലത്ത് BSc നേഴ്സിംഗ് നിങ്ങളുടെ കോഴ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം കോളേജിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കോളേജ് സെലക്ട് ചെയ്യുക. അതായത് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോളേജ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ട്രിവാൻഡ്രം കോളേജാണ് സെലക്ട് ചെയ്യുന്നത്, ഗവൺമെൻറ് കോളേജ്. അപ്പോൾ അതിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് കിട്ടും. ഈ ലിസ്റ്റ് കഴിഞ്ഞ വർഷത്തെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ LBS സൈറ്റിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. അതിൻ്റെ ഒരു ലിങ്കും ഡിസ്ക്രിപ്ഷൻ നൽകിയിരിക്കാം. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴിയോ താഴെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, വിദ്യാർത്ഥികൾ അപ്ഡേറ്റുകൾ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈം ലാഭിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.